ആഹ് ജർമ്മനില് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലല്ലാതെ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള ഡിഗ്രി പഠിക്കാനുള്ള സൗകര്യമുണ്ടോ? യെസ്, യെസ്. ജർമ്മനിയില് ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജർമ്മനിയില് ഇംഗ്ലീഷില് യുജി കോഴ്സുകൾ ചെയ്യാം. ഓക്കെ. അതിന് 2 ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഉം. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജർമ്മനിയിലത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസില്ലേ, അവിടെ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഉം. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ അത് ഏകദേശം ഒരു 8,00,000 രൂപ പെർ ഇയറിൽ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഒരു 3 മുതൽ 4 വർഷം വരെയായിരിക്കും അതിന്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഉം. അപ്പോൾ ആ ഒരു 3.5 വർഷത്തെ ഫീസും കൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് പോയിട്ട് വേണമെങ്കിൽ പഠിക്കാം. അത് ഒരു ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റികൾ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ഫൗണ്ടേഷൻ കോഴ്സുകൾ ഉണ്ടായിരിക്കും. ആ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇംഗ്ലീഷിലാണ് നമ്മൾ ഈ കോച്ചിങ്ങിനെ നമ്മൾ തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ FXP എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് കോമൺ ആയിട്ടൊരു എക്സാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി നടത്തുന്ന കാരണം കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. കാരണം ആ യൂണിവേഴ്സിറ്റിക്കുള്ള കുട്ടികളെയാണ് അവർ ബേസിക്കലി ഫൗണ്ടേഷനിൽ പഠിപ്പിക്കുന്നത്. ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ എൻട്രൻസ് എക്സാമിൽ അവർ എല്ലാവരും തന്നെ പാസ്സാവും. പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ബാക്കിയുള്ള പഠനം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ പിന്നെ ഒരു 3 വർഷം ബാച്ചിലേഴ്സ് പഠിച്ചാൽ മതി. ഒരു വർഷം അവർ ഫൗണ്ടേഷൻ ചെയ്യുന്നു. പിന്നീട് അവർ 3 വർഷം മാത്രമേ ഇംഗ്ലീഷ് ടോട്ട് ആയിട്ടുള്ള ആ യൂണിവേഴ്സിറ്റികളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പം 4 വർഷം മൊത്തം അവർക്ക് ചിലവാകുന്നുള്ളൂ. ആദ്യത്തെ വർഷമേ മാത്രമേ ഒരു ഫീസ് അടക്കേണ്ടി വരുന്നുള്ളൂ. അവർക്ക് ഏകദേശം നേരത്തെ പറഞ്ഞ സെയിം എമൗണ്ട് തന്നെ വരുന്നുള്ളൂ ഫീസ്. ഒരു എനിക്കുണ്ടെങ്കിൽ ഒരു 9 ലക്ഷം 10 ലക്ഷം ചെറിയൊരു എമൗണ്ട് കൂടുതലുണ്ടായിരിക്കും ഇംഗ്ലീഷിന്റെ ആ ഒരു കരിക്കുലം സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളത് കൊണ്ട്. ഒരു നേരത്തെ നമ്മൾ ജർമ്മൻ ടോട്ടൽ പോണ സമയത്ത് ഒരു 7 ലക്ഷം 8 ലക്ഷം എന്നൊക്കെ പറഞ്ഞത് ഇത് ഒരു 9 ലക്ഷം പ്ലസ് എന്നുള്ള എമൗണ്ട് അയക്കാം. ആ എമൗണ്ടിൽ നമുക്ക് അവിടെ പഠിക്കാം. നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നീടുള്ള 3 അതേ കോളേജിൽ തന്നെ അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ 3 വർഷത്തെ നമുക്ക് അവരുടെ ബാലൻസ് ഉള്ള ഡിഗ്രീനും കംപ്ലീറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഇയറിൽ മാത്രം ഫീസ് പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് ഇംഗ്ലീഷിൽ തന്നെ നമ്മളെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയും ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫീസ് കൊടുത്ത് തന്നെ പഠിക്കണം. വേണം, വേണം. പ്രൈവറ്റിൽ നമ്മൾ ഫീസ് കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം ഇപ്പോൾ പൊതുവെ ഒരു ധാരണയുണ്ട്, ജർമ്മനി എന്ന് പറയുമ്പോൾ അവിടെ ഫീസ് ഇല്ലാതെ പഠിക്കാം എന്നാണ് പൊതുവെ ആളുകളുടെ ഒരു ധാരണ. അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. കാരണം പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വൈസ കോളേജ് അല്ലെങ്കിൽ ഡീംഡ് പ്രൈവറ്റ് കോളേജ് പോലത്തെ കോളേജുകളാണ്. അവരുടെ ഓപ്പറേഷൻസ് അവരുടെ എക്സ്പെൻസുകൾ അവര് ചെലവാക്കുന്ന പൈസ അവർക്ക് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണമല്ലോ. ഇപ്പോൾ മറ്റുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിക്കാണ് ഗവൺമെന്റ് ഫണ്ട് വരുന്നത്. ആ ഫണ്ട് വരുന്നത് കൊണ്ട് അവിടെ അവിടെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ഒന്നും ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതല്ല. ആ ഫണ്ടിന്റെ പൈസ നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാതെ മറിച്ച് ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് അവർക്ക് സാലറി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് അതിന്റെ ഫണ്ട് വേറെയോടും ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് ജർമ്മനിയിലത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആസ് യൂഷ്വൽ നമുക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പല കുട്ടികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട്. ചിലപ്പോഴൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഈ നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി ചിലപ്പോൾ കുറച്ച് കുറഞ്ഞ് കിട്ടാറുണ്ട്. ചിലപ്പോൾ 6 മാസമൊക്കെ കുറവാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ അവരൊക്കെ ഇൻഡസ്ട്രി കണക്റ്റഡ് ആണ്. കാരണം ഈ ഗവൺമെന്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗവൺമെന്റിൽ അറിയാമല്ലോ, പ്ലേസ്മെന്റിലൊക്കെ പോണ സമയത്ത് ചിലപ്പോൾ അത്ര സഹകരണം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഭയങ്കരമായിട്ട് സഹകരണം കൊടുക്കുന്ന ആൾക്കാരായിട്ടുള്ളത് തന്നെ ഈ കമ്പനികൾക്ക് ഇൻഡസ്ട്രീസിന് ജോലിക്കാരെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആൾക്കാരെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു തരത്തിലുള്ള ടീച്ചിങ് മോഡ്യൂൾസ് കൊടുക്കാനും അത് വെച്ച് കുട്ടികളെ പഠിപ്പിക്കാനും അത് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ ആ ഇൻഡസ്ട്രിക്ക് റെഡിയാണ്, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിന് റെഡിയാണ്. അപ്പം ധാരാളം കമ്പനികൾ ഇപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പൊ BMW അല്ലെങ്കിൽ ബെൻസ്, ഓഡി അങ്ങനത്തെ ധാരാളം കാർ മാനുഫാക്ചറിങ് കമ്പനികൾ, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കമ്പനികൾ തന്നെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കമ്പനികൾക്ക് ധാരാളം എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പം നോർമൽ കേസിൽ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് വരുന്ന കുട്ടി ആ കുട്ടീനെ പിന്നെ ഇവരുടെ സിസ്റ്റത്തിലേക്ക് ആക്കാനായിട്ട് വേണ്ടി ഒരു 6 മാസം ട്രെയിനിങ് കൊടുത്ത് അത് ചെയ്യേണ്ട പകരമായിട്ട് അവരുടെ മോഡ്യൂൾസ് ആണ് ഈ പ്രൈവറ്റ് കോളേജ് പഠിപ്പിക്കണമെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഈസിയായിട്ട് എംപ്ലോയീസിനെ കിട്ടുകയല്ലേ. അവർ വെറുതെ 6 മാസം അവർ ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. അതുകാരണം പ്രൈവറ്റ് കോളേജിലേക്കും കാരണം കുട്ടികൾ പോകുന്നുണ്ട്. കാരണം പ്ലേസ്മെന്റ് കുറച്ചുകൂടി അഷ്വേർഡ് ആണ്. അപ്പൊ ഇന്നുള്ള ഒരു ഫാക്ടർ കാരണം പ്രൈവറ്റ് കോളേജിലേക്ക് ധാരാളം കുട്ടികൾ പോകുന്നുണ്ട്. ഇതൊരു ഡെഫിനറ്റ്ലി ഒരു ഫാക്ടറാണ്. രണ്ടാമത് പറഞ്ഞെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെയാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ ഫീസ് അടക്കേണ്ട കാര്യങ്ങളില്ല. അത് ഇംഗ്ലീഷ് ടോട്ടാണെങ്കിലും ജർമ്മൻ ടോട്ടാണെങ്കിലും എല്ലാം ഫ്രീ ആണ്. ആദ്യത്തെ വർഷത്തേക്കുള്ള സ്റ്റുഡന്റ് കോളേജ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് ഇതിനായിട്ട് ചെലവാക്കുന്ന പൈസ മാത്രമേ നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ. അപ്പം ഈ 4 വർഷം ഇപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എത്ര വർഷം വരെ ജർമ്മനിൽ സ്റ്റേ ബാക്ക് കിട്ടും? ജർമ്മനിയിൽ നമുക്ക് സ്റ്റേ ബാക്ക് സാധാരണ ഒരു 1.5 വർഷമാണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് 1.5 വർഷമാണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ജർമ്മനിയിൽ സാധാരണ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. കാരണം ജർമ്മനിയിൽ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജോലികൾ അവൈലബിൾ ആണ്.
അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പ്രൈവറ്റ് കോളേജിലെ കേസ് പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ മാസ്റ്റേഴ്സിനാണെങ്കിലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലത്തെ കരിക്കുലം കുറച്ച് ടഫാണ്. അപ്പം നമ്മൾ ശരിക്കും അതിൽ മേളിൽ നല്ലോണം എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കോഴ്സ് നമ്മൾ പാസ്സാവുള്ളൂ. ആ കോഴ്സ് പാസ്സാവാൻ നമുക്കൊരു മാസ്റ്റേഴ്സ് ആണെങ്കിൽ 2 വർഷം, ബാച്ചലേഴ്സ് ആണെങ്കിൽ 3.5 വർഷം കൊണ്ട് നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബേസിക്കലി ജോലി അന്വേഷിക്കാനായിട്ട്. അതിൽ നമുക്ക് പേപ്പേഴ്സ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ വീണ്ടും ആ പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് കംപ്ലീഷൻ ആയതിനു ശേഷമേ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അതിന് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ കേസിൽ ഒരു 1.5 വർഷത്തെ മാസ്റ്റേഴ്സും അല്ലെങ്കിൽ 3 വർഷത്തെ ബാച്ചിലേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരില്ല. അവർ പാസ് ആവാറുണ്ട് സാധാരണ നിലയ്ക്ക്. അവർ ജോബ് റെഡിയാണ്. അപ്പം അവർക്ക് ഈ പറഞ്ഞ 1.5 സ്റ്റേ ബാക്ക് ഉണ്ട്, 2 സ്റ്റേ ബാക്ക് ഉണ്ട്, ഇതൊന്നും കൺസേണുള്ള കേസുകളല്ല. ദിൽ ബി പ്ലേസ്ഡ് ലൈക്ക് ഇമ്മീഡിയറ്റ് വിത്തിൻ 1 or 2 months ടൈം ദിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ജോബ്. അപ്പൊ അതുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ട്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റിൽ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുകയാണ്, ഗവൺമെന്റിൽ നമ്മൾ പൈസ കൊടുക്കാതെ പഠിക്കുകയാണ്. സോ ആ ഒരു കേസ് വരുന്ന സമയത്ത് അറിയാമല്ലോ, മെജോറിറ്റി ആയിട്ടുള്ള കുട്ടികളും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെയാണ് ചൂസ് ചെയ്യാറുണ്ടായിരിക്കുക. ഓക്കെ. ഇപ്പോൾ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ സിലബസ് ടഫാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നൈബർ ഒരു കുട്ടി ഇതേപോലെ തന്നെ അവിടെ പോയിട്ട് അവിടെ നിന്ന് അത് കൺവേർട്ട് ആയിട്ട് പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ആക്കി എന്ന് കേട്ടു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? യെസ്, അതെല്ലാം പോസിബിൾ ആണ്. അതെല്ലാം ബേസിക്കലി യൂറോപ്യൻ എഡ്യൂക്കേഷനൊക്കെ ECTS, അതായത് അവരുടെ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം, ക്രെഡിറ്റിന്റെ ഇതിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ക്രെഡിറ്റ്സ് നമുക്ക് എത്ര ക്രെഡിറ്റ്സ് കിട്ടുന്നു എന്നുള്ളത് ആണ് നമ്മൾ പ്രൈവറ്റിൽ പഠിക്കാനും പബ്ലിക്കിൽ പഠിക്കാണെന്നുണ്ടെങ്കിലും. അപ്പൊ ആ ക്രെഡിറ്റുകൾ കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ് വെച്ച് നമുക്ക് പബ്ലിക്കിലേക്ക് അത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതെല്ലാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മൾ ജർമ്മനിയിലത്തെ മാസ്റ്റേഴ്സ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ടഫാണ്, സിലബസ് ടഫാണ്. അത് ഞാൻ പറഞ്ഞത് നമ്മളത് ജർമ്മനിയെ സ്പെസിഫിക് കാണേണ്ട കാര്യങ്ങളില്ല. ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിലെ സിലബസ് ടഫാണ്. അതേ സമയത്ത് ലൈക്ക് നമുക്ക് ഫ്രീഡം കൂടുതലാണ്. നിങ്ങൾ പഠിച്ചോളണം എന്ന് നമ്മുടെ നാട്ടിലത്തെ ഗവൺമെന്റ് ഒരു പ്രൊഫസർ എന്ന് പറയില്ല. നിങ്ങൾക്ക് സൗകര്യങ്ങളിൽ പഠിക്കുക, നിങ്ങൾ പാസ്സാവുന്നുള്ളതാണ്. ജർമ്മനിയിൽ തന്നെയാണ് അവസ്ഥ. നിങ്ങൾക്ക് നല്ല പ്രൊഫസേഴ്സിനെ കിട്ടും, നിങ്ങൾക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ കിട്ടും, നിങ്ങൾക്ക് നല്ല പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷെ പഠിക്കണ വേണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ അത് ഗവൺമെന്റ് കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജുകൾ നിങ്ങൾക്ക് അവസരങ്ങൾ തരും. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാതിരിക്കാനും എക്സാം പിന്നീട് എഴുതാനുള്ള ഓപ്ഷൻസ് ഉള്ള കാരണം പല കുട്ടികളും ചിലപ്പോ ഒന്ന് ഉഴപ്പാറുണ്ട്. അവസാനമൊക്കെ ഫാസ്റ്റ് ആവും. അവര് ആദ്യത്തെ 1 വർഷം 1.5 വർഷമൊക്കെ ഒരു ഉഴപ്പുണ്ടാവും. ആ പേപ്പറുകൾ എഴുതിയെടുക്കാനുള്ള സമയം ഡിലേ വരുന്നതാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. തീരെ പറ്റാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൈവറ്റിലേക്ക് മാറാനല്ല ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക. ഞാൻ അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കോഴ്സിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും.